മട്ടൻ കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: മട്ടൺ 1/2 കിലോ കഴുകി വൃത്തിയാക്കിയത്, ചുവന്നുള്ളി അരിഞ്ഞത് 2 കപ്പ്, ഇഞ്ചി അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, പച്ചമുളക് 2 എണ്ണം. ഇത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളകും ഒരു വലിയ വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ്. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ നമ്മൾ 6-7 കുരുമുളക് എടുത്തിട്ടുണ്ട്, ചതയ്ക്കൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെ തന്നെ എടുത്തേക്കുവാണ്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, ഒരു മീഡിയം സൈസിൽ തക്കാളി മുറിച്ചു വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ 1/4 കപ്പ് തൊട്ട് 1/2 കപ്പ് വരെ എടുക്കാം. പിന്നെ കറിവേപ്പില വേണം, ഉപ്പ് വേണം, വെളിച്ചെണ്ണ വേണം. നമുക്ക് മട്ടൺ ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് മട്ടണിലേക്ക് എടുത്തു വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. കുറച്ച് ഗരം മസാല. നമുക്കിതിലേക്ക് ഇനി ഉപ്പ് ചേർക്കാം. നമുക്കിനി നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം. നമ്മൾ മട്ടണിൽ മസാല എല്ലാം തേച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. മട്ടൺ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കറിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ സ്റ്റവ് ഓണാക്കി ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് എടുത്തു വെച്ചേക്കുന്ന പെരിഞ്ജീരകവും കുരുമുളകും ഇടാം. നമുക്കിതിലേക്ക് ഇനി എടുത്തു വെച്ചേക്കുന്ന ചുവന്നുള്ളി ചേർക്കാം. നമുക്ക് ആദ്യം ചുവന്നുള്ളി ചെറുതായിട്ടൊന്ന് വഴറ്റാം. ഉള്ളി ഒന്ന് വാടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി എടുത്തു വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇടാം. നമുക്കിതെല്ലാം കൂടി ഇനി നന്നായിട്ടൊന്ന് വഴറ്റാം. ഉള്ളി ഇത്രയും വഴന്നാൽ മതി. നമുക്കിനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടാം. മല്ലിപ്പൊടി ഇടാം. ഇനി മുളക് പൊടി. നമുക്കിനി കുരുമുളക് പൊടിയും മസാലപ്പൊടിയും കൂടെ ഇടാം. നമുക്ക് ഒരു നുള്ളു മസാലപ്പൊടി മാറ്റി വയ്ക്കാം. കറി റെഡി ആയതിനു ശേഷം നമുക്ക് തൂവി കൊടുക്കാം. നമുക്കിനി ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്കിനി വേവിച്ച് വെച്ചേക്കുന്ന മട്ടൺ ചേർക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം.
നമുക്കിതിലേക്ക് ഇനി എടുത്തു വെച്ചേക്കുന്ന തക്കാളി ചേർക്കാം. നമുക്കിനി ഇത് ഒരു 5 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഇത് അടച്ചു വെക്കാം. നമ്മൾ 5 മിനിറ്റ് നേരം ഇത് അടച്ചു വെച്ചേക്കുമായിരുന്നു. നമുക്കിനി ഇതൊന്ന് ഇളക്കാം. ഉപ്പ് നോക്കിയിട്ട് ചേർക്കണം. നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. അപ്പം ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന തേങ്ങാപ്പാൽ ചേർക്കാം. 1/4 തൊട്ട് 1/2 കപ്പ് വരെ ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചേക്കുന്ന കറിവേപ്പില, നമ്മൾ നേരത്തെ എടുത്ത് കുറച്ച് ഒരു നുള്ളു ബാക്കി വെച്ചേക്കുന്ന ഗരം മസാലയും കൂടെ ചേർക്കാം. നമുക്കിനി ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മട്ടൺ കറി റെഡി ആയിട്ടുണ്ട്. ഇപ്പം